गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणी। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैर्वेदैः साङ्गपदक्रमोपनिषदैर्गायन्ति यं सामकाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुःसुरासुरगणाः। देवाय तस्मै नमः देवाय तस्मै नमः। സംപൂജ്യരായ ഗുരുനാഥന്മാരുടെ പാദങ്ങൾ പ്രണമിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരാഴ്ചക്കാലം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ഗീതാശ്രവണത്തിനായി കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇവിടെ ഉദ്ഘാടന സഭയിൽ നമ്മൾ സ്വാമിജി പറഞ്ഞത് കേട്ടു. അനേകം മഹാത്മാക്കളായിട്ടുള്ള ആചാര്യന്മാരുടെ അനുഗ്രഹത്തെക്കുറിച്ച് ഇത്തരം മഹാത്മാക്കള് ഇരുന്നു കൊണ്ട് ശാസ്ത്രചിന്ത ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കുക എന്നുള്ളതൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പരിശ്രമം എന്നുള്ളത് അതൊരു സാഹസമാണെന്ന് അറിയാം. ഏതായാലും ഗുരുനാഥന്മാരുടെയൊക്കെ കാരുണ്യം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ കഴിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാൻ ശ്രമിക്കുകയാണ്. അതടക്കത്തിലേ പറയാണ്. ഏതായാലും നമ്മൾ 3 കാര്യങ്ങൾ വളരെ ദുർലഭമാണെന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. 3 കാര്യങ്ങൾ വളരെ ദുർലഭമാണ്. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം. വളരെയേറെ പുണ്യകർമ്മങ്ങൾ ചെയ്തവർക്ക് മാത്രം സാധിക്കുന്നതാണ് ഈ 3 കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ തന്നെ ഈ ഒരു സന്നിധിയിലിരുന്ന് നമുക്ക് ശാസ്ത്രശ്രവണം ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂർവ്വപുണ്യം ഉള്ളവർ തന്നെയാണ് അല്ലേ? ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു പുണ്യത്തിലൂടെ നമുക്ക് ഈ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക്
ഉള്ള പരിശ്രമം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യപരിപാടികളും നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഭഗവത്ഗീതയെക്കുറിച്ച് വളരെയധികം പഠിച്ചവരാണ്, പഠിക്കുന്നവരാണ്. ഗീതാധ്യാനത്തിൽ സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് എന്ന് പറയും. അതായത് ഗീത എന്നുള്ളത് അമൃതമാണ്, അല്ലേ? അമൃതമാണ്, മഹത്താണ്. ഗീതയാകുന്ന പാല്, ഗീതാമാതാവിൻ്റെ പാല്, അല്ലേ? അത് അമൃതമാണ്, മഹത്താണ്. എന്തുകൊണ്ടാണ് അമൃതം എന്ന് പറയുന്നത്? അത് നമ്മെ സംസാര ദുഃഖത്തിൽ നിന്ന്, ക്ലേശത്തിൽ നിന്ന് ഒക്കെ തന്നെ ഉയർത്തുന്ന വിധത്തിലുള്ള അറിവിനെ നൽകുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവത്ഗീത അമൃതമാണ്. സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന, നമ്മുടെയൊക്കെ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഒരു പരമാത്മ സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന അറിവ്, ജനന മരണരഹിതമായിരിക്കുന്ന സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന അറിവ് നമുക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവത്ഗീത അമൃതമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ മഹത്താണ് ഭഗവത്ഗീത. എന്തുകൊണ്ടാണ് മഹത്താണെന്ന് പറയുന്നത്? സർവോപനിഷദോ ഗാവഹ, എല്ലാ ഉപനിഷത്തുകളും പശുക്കളാണ്. ദോഗ്ധ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത, അല്ലേ? എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരമാണ് ഭഗവത്ഗീത. അതുകൊണ്ടത് മഹത്താണ്. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ പറയും, ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹ ഭൂതം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയെ. ഈ ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതമാണ്. സമസ്ത വേദാർത്ഥത്തിൻ്റെയും സാര സംഗ്രഹമാണ് ഭഗവത്ഗീത എന്നുള്ളത്. അതുകൊണ്ടത് അമൃതമാണ്, മഹത്താണ്. ഈ ഒരു അമൃതത്തെ കുടിച്ചാൽ നമുക്ക് ജനന മരണരൂപത്തിലുള്ളതായ സംസാര ക്ലേശങ്ങളിൽ നിന്ന് മോചിക്കാൻ സാധിക്കും. ഈ ഒരു അറിവ് നേടിക്കഴിഞ്ഞാൽ ഒരു സച്ചിദാനന്ദ സ്വരൂപത്തിലേക്ക് നമ്മെ നയിക്കുന്ന അറിവാണ് ഭഗവത്ഗീത നമുക്ക് നൽകുന്നത്. ഇവിടെ നമ്മൾ ഈ കർമ്മസന്യാസ യോഗം എന്ന പേരുള്ള 5-ാം അധ്യായം, 5-ാം അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകം എന്താ? സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം എന്നുള്ള അർജുനൻ്റെ ചോദ്യത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അർജുനൻ ചോദിക്കുകയാണ്, കർമ്മണാം സന്യാസം, കർമ്മസന്യാസമാണോ അതോ കർമ്മയോഗമാണോ ശ്രേഷ്ഠം? യത് ശ്രേയ ഏതയോഹോ ഏകം, ഇതിൽ ഏതാണ് ശ്രേഷ്ഠം? തത് മേ ബ്രൂഹി സുനിശ്ചിതം, അത് നിശ്ചയിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് അർജുനൻ്റെ ചോദ്യം. ഇതിന് ഭഗവാൻ നൽകിയ മറുപടി കുറേയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? എനിക്ക് ഏതാണ് ശ്രേഷ്ഠം എന്നാണ് കർമ്മസന്യാസത്തിലും കർമ്മയോഗത്തിലും വെച്ച് എനിക്ക് ഏതാണ് ശ്രേഷ്ഠം എന്നാണ് അർജുനൻ്റെ ചോദ്യം.
അതിന് ഭഗവാന് എന്താണോ അർജുനന് വേണ്ടത് അത് പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ? നിനക്ക് ഇന്നതാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെയാണോ ഭഗവാൻ പറഞ്ഞത്? അല്ല, മറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ശാസ്ത്രത്തെ അവതരിപ്പിക്കുകയാണ് ഈ 5-ാം അധ്യായത്തിൽ. അതിൽ വിചാരം ചെയ്ത് ഏതാണ് ശ്രേഷ്ഠമെന്ന് അർജുനനെ തീരുമാനിക്കുക അല്ലേ? അർജുനനെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് ഭഗവാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നീ ഇന്നത് ചെയ്താൽ മതി അങ്ങനെ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു അധ്യായത്തിൽ നീ ഇന്നത് ചെയ്യൂ എന്നല്ല ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഉയർന്ന ജനന മരണങ്ങൾക്കൊക്കെ അതീതമായിട്ടുള്ള പരം തത്വത്തെ ബോധിപ്പിച്ചു. ആ തത്വത്തിലേക്ക് ഉയരാനുള്ള വഴിയെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവസാനം പറയുന്നുണ്ട് അല്ലേ, ഞാൻ വേണ്ടതൊക്കെ നിനക്ക് പറഞ്ഞു തന്നു, നീ എന്ത് ചെയ്യണം? നീ നല്ല പോലെ വിമർശനം ചെയ്ത് ശരി തെറ്റുകളെ മനസ്സിലാക്കി നിനക്ക് ഉചിതം ഏതാണോ അതിനെ നീ അനുഷ്ഠിക്കൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഈ അർജുനനോട് മാത്രമായിരുന്നെങ്കിൽ നീ യുദ്ധം ചെയ്യൂന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഈ ഭഗവത്ഗീത എന്നുള്ളത് അർജുനനോട് പറഞ്ഞതാണോ? അല്ല അല്ലേ? അർജുനം നിമിത്തീകൃത്യ സർവലോകോപകാരാർത്ഥം ഭഗവാൻ വാസുദേവ. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട്, പാർത്ഥോ വത്സ സുധീർ ഭോക്ത, അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് സർവലോകത്തിൻ്റെയും ഉപകാരത്തിന് വേണ്ടി, സർവലോകത്തെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചിട്ടുള്ളത്. ഇതം അർജുനം നിമിത്തീകൃത്യ സർവ ലോകോപകാരാർത്ഥം ഭഗവാൻ വാസുദേവ. അതുപോലെ നമ്മൾ പരമാർത്ഥ തത്വത്തെക്കുറിച്ച്, ഗഹനമായിട്ടുള്ള പരമാർത്ഥ തത്വത്തെക്കുറിച്ച് കേട്ടു, കർമ്മയോഗത്തെക്കുറിച്ച് കേട്ടു, കർമ്മസന്യാസത്തെക്കുറിച്ച് കേട്ടു. ഇനിയിപ്പോൾ നീ വീട്ടിൽ പോയിട്ട് തിരിച്ചു പോയിട്ട്, നാളെയും കൂടെ കഴിഞ്ഞാൽ തിരിച്ചു പോയിട്ടാണ് നമ്മുടെ പണി വരുന്നത് അല്ലേ? ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കേട്ടു. ഇതിൻ്റെ പ്രായോഗികത വരുന്നത് എവിടെയാണ്? തിരിച്ച് വീട്ടിൽ പോയിട്ടാണ് ഇതിനെ നമ്മൾ ഓരോ ജീവിത അനുഭവങ്ങളും വരുന്ന സമയത്ത് ഓരോ അനുഭവങ്ങളും വരുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് കേട്ടതായിട്ടുള്ള അറിവുകളെ പ്രയോഗിക്കാനുള്ള ഒരു അവസരം എന്നുള്ളത് തിരിച്ചു പോയിട്ടാണ്. നമ്മുടെ പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി, ശാസ്ത്രം നൽകിയ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ അനുഭവങ്ങളെ നിരീക്ഷിക്കാനുള്ള, നോക്കിക്കാണാനുള്ളതായ ഒരു അവസരം ഇനിയാണ് വരാൻ പോകുന്നത് അല്ലേ? ആ ഒരു അവസരം ഇനിയാണ് നമുക്ക് മുന്നോട്ട് വരാൻ പോകുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ ഈ ഓരോ തലങ്ങളെ, വ്യത്യസ്തങ്ങളായ തലങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കർമ്മയോഗത്തിൻ്റെ തലം അല്ലേ, കർമ്മസന്യാസത്തിൻ്റെ തലം, പാരമാർത്ഥികമായ തലം, ഇതൊക്കെ പറഞ്ഞു വന്നു. അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ തന്നെ വ്യക്തമായിട്ടുള്ളൊരു നിശ്ചയം അല്ലെങ്കിൽ ഒരു കൃത്യത വരുമ്പം മാത്രമേ നമുക്ക് ശരിയായി പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ അനുഭവങ്ങളെ ശരിയായി വിശകലനം ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ ബുദ്ധിയിൽ നമുക്ക് ആ ഒരു നിശ്ചയം സംഭവിക്കണം. എന്താണ് കർമ്മയോഗം, എന്താണ് കർമ്മസന്യാസം, എന്താണ് പാരമാർത്ഥികമായ സന്യാസം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ പാരമാർത്ഥികമായ സന്യാസ തലത്തെക്കുറിച്ച് കുറേ ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. അതിലൊന്നാണ് സർവകർമാണി മനസ്സ സന്യസ്യാസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുറുവൻ ന കാരയൻ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ശ്ലോകങ്ങളാണ്. ഏതായാലും ഒരു പരമാർത്ഥ തലം എന്നുള്ളത് നമുക്കിപ്പോൾ വാക്കുകൾക്ക് അതീതമായിട്ടുള്ള തലമാണ്. അത് ഊഹിക്കുക അല്ലേ, ഊഹിക്കാൻ പറ്റുമോ അറിയില്ല.
ഏതായാലും അങ്ങനെ തോന്നുകയാണ്, ഊഹിക്കാൻ പറ്റുമോ എന്ന്. അതിനാണല്ലോ ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലേ? അങ്ങനെയൊരു തലമുണ്ട്. എന്നാൽ അത് വളരെ അങ്ങനെയുള്ളവര്, ആ ഒരു മഹത്വപൂർണമായ തലത്തിലേക്ക് ഉയർന്നവര് വളരെ വളരെ ദുർലഭമായിരിക്കും. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ബഹൂനാം ജന്മനാമന്തെ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എന്നൊക്കെ ആ പരമാർത്ഥ തലത്തെ നമ്മൾ പഠിച്ചു. ഇതാണ് ബഹൂനാം ജന്മനാമന്തെ, അനേക ജന്മങ്ങൾക്കൊടുവിൽ ജ്ഞാനവാൻ മാം പ്രപദ്യതേ, അനേക ജന്മങ്ങൾക്കൊടുവിലാണ് ജ്ഞാനവാനായ ഒരാള് എന്നെ പ്രാപിക്കുന്നത്, ഈശ്വരനെ തിരിച്ചറിയുന്നത്, ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത്, തൻ്റെ സച്ചിദാനന്ദമായിരിക്കുന്ന സ്വരൂപത്തെ എന്താ പറയേണ്ടത്, മനസ്സിലാക്കേണ്ടതെന്നോ അറിയേണ്ടതെന്നോ എന്താണെന്നറിയില്ല. ഏതായാലും അനേക ജന്മങ്ങൾ, ആ അനേക ജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനിടയിൽ അതിനുള്ളതായ ഒരു പക്വത നേടിയെടുക്കാനുള്ള ഘട്ടങ്ങളായിട്ട് നമുക്ക്, അല്ലേ? എത്ര ജന്മങ്ങൾ വേണമെന്നൊന്നും അറിയില്ല. എത്ര ജന്മങ്ങൾ വേണ്ടി വന്നാലും ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാൽ പോലും ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ആണ് ബഹൂനാം ജന്മനാമന്തെ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി ഈശാവസ്യമിതം സർവം. വാസുദേവനാണ്, പരമേശ്വരനാണ് ഇതെല്ലാം തന്നെ എന്നുള്ള തത്വബോധം ഉള്ളവര് വളരെ വളരെ ദുർലഭമായിരിക്കും, വളരെ വളരെ ദുർലഭമായിരിക്കും. ആ ഒരു പാരമാർത്ഥികമായ തലത്തെ നമുക്ക് ഭഗവാൻ ബോധിപ്പിച്ചു തന്നു ഈ ഒരു അധ്യായത്തിലൂടെ. മനുഷ്യ ജന്മത്തിൽ എത്തിച്ചേരേണ്ടതായിട്ടുള്ള ആ ഒരു ഉന്നതമായ ലക്ഷ്യത്തെ നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ്. എന്തിനാ ഈ ഒരു ലക്ഷ്യത്തെ നമുക്ക് കാണിച്ചു തരുന്നത്? നമ്മളെ വഴിയിലൊന്നും പെട്ടുപോവാതിരിക്കാൻ വേണ്ടി, വഴിയിലുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ വഴിയിലുള്ള കാഴ്ചകളിലൊന്നും നമ്മൾ പെട്ടുപോവാതിരിക്കാൻ വേണ്ടി. വഴിയിലുള്ള കാഴ്ചകളിൽ ചിലപ്പോൾ പെട്ടുപോവാം, ചിലപ്പോൾ വഴിയിലുള്ള പ്രതിബന്ധങ്ങളിൽ നമുക്ക് പെട്ടുപോവാം. അങ്ങനെയൊന്നും പെട്ടുപോവാതിരിക്കാൻ വേണ്ടി ഒരു ഉന്നതമായ ലക്ഷ്യത്തെ നമുക്ക് മുന്നിൽ ബോധിപ്പിച്ചു തരികയാണ്. അങ്ങനെ ആ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തത വന്ന ഒരാളെ സംബന്ധിച്ച് വഴിയിലൊന്നും പെട്ടുപോകില്ല. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയിലും ആ ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു നിശ്ചയം വരുത്താൻ സാധിക്കണം. അതെങ്ങനെ വരുത്താൻ സാധിക്കും? കേൾക്കുന്നതിലൂടെ സാധിക്കും, പറയുന്നതിലൂടെ സാധിക്കും. അതൊക്കെ ആ ഒരു നിശ്ചയം വരുത്താനുള്ള പ്രക്രിയകൾ തന്നെയാണ്. അങ്ങനെ ആ ഒരു പരമാർത്ഥ ദർശിയുടെ തലത്തെക്കുറിച്ച് ധാരാളം ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു തലം എന്നുള്ളത് കർമ്മയോഗത്തിൻ്റെ തലം, അല്ലേ? എങ്ങനെയാണ് കർമ്മയോഗം അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയും. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും പ്രയോജനം ചെയ്യും, അല്ലേ? ആ ഒരു പരമാർത്ഥദർശിയുടെ തലത്തിലല്ല, ആ തലത്തിൽ ഭഗവത്ഗീതയുടെ ഒന്നും വേണ്ട, അതിൻ്റെ സാരം ഉൾക്കൊണ്ട ആളെ സംബന്ധിച്ച് ഗീതയുടെ ആവശ്യമൊന്നുമില്ല. അല്ലാത്തവരെ സംബന്ധിച്ചൊക്കെ തന്നെ ഗീതാ പഠനം കൊണ്ട് പ്രയോജനമുണ്ട്, അല്ലേ? പ്രയോജനമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗീത പഠിക്കാം. എല്ലാവർക്കും ഗീത പഠിച്ചാൽ പ്രയോജനമുണ്ട്. തീർത്തും കർമ്മിയായിരിക്കുന്ന ഒരാൾ, പല വിധങ്ങളായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾ, അയാൾക്കും ഗീത പഠിച്ചാൽ പ്രയോജനമുണ്ട്. ഏതെങ്കിലും ഒരു പൂർവ്വ പുണ്യം കൊണ്ട് അയാൾക്ക് ഏതെങ്കിലും ഒരു വരി, അല്ലേ, എന്തെങ്കിലും ഒന്ന് ഗീതാ ശ്ലോകങ്ങൾ കേൾക്കാൻ സാധിച്ചാൽ, പൂർവ്വപുണ്യം കൊണ്ട് സാധിച്ചാൽ അയാൾക്ക് ഇതിലേക്കുള്ള ഒരു പ്രവേശനം ലഭിക്കും. എപ്പോഴാണ്, ആർക്കാണ്
തെളിഞ്ഞു വരിക, തിരി തെളിയുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ചില വാക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ആ ഒരു പൂർവ്വ പുണ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർത്തും ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കർമ്മയോഗത്തിലേക്ക് ഒരു പ്രവേശനം ലഭിക്കും. അല്ലേ? എങ്ങനെ കർമ്മം ചെയ്യണം, എന്തിന് കർമ്മം ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവാൻ ഇടയാക്കും. അങ്ങനെ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാലോ വീണ്ടും വീണ്ടും അതിൽ പ്രവർത്തിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ശരിയായ തത്വത്തിലേക്ക്, ശരിയായ തലത്തിലേക്ക് അയാൾക്ക് ഉയരാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഭഗവത്ഗീത എല്ലാവർക്കും പ്രയോജനത്തെ ചെയ്യുന്നതാണ്, അല്ലേ? എല്ലാവരും തീർത്തും കർമ്മിയാവട്ടെ, അതായത് ആഗ്രഹ നിവൃത്തിക്കായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളാവട്ടെ, കർമ്മയോഗിയാവട്ടെ, കർമ്മസന്യാസനത്തിൻ്റെ തലത്തിലുള്ളവരാവട്ടെ, ആർക്കായാലും തന്നെ ഭഗവത്ഗീത പഠനം എന്നുള്ളത് പ്രയോജനത്തെ ചെയ്യുക തന്നെ ചെയ്യും. ഏതായാലും ഈ ഒരു പരമാർത്ഥ തലത്തെ പറഞ്ഞു, കർമ്മയോഗത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു. എങ്ങനെയാ കർമ്മം ചെയ്യേണ്ടെന്ന് പറഞ്ഞത്? കർമ്മയോഗം എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞത്? ഈശ്വരാർപ്പണമായിട്ട്. എങ്ങനെയായിരുന്നു? ഒരു ശ്ലോകം ഉണ്ടല്ലോ, ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതിയഃ ലിപ്യത്തെ ന സ പാപേന പത്മപത്രമിവ അംഭസാ. ബ്രഹ്മണി ആധായ, ഈശ്വരനിൽ കർമ്മങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. എളുപ്പമാണോ അതൊക്കെ? അല്ലേ? എളുപ്പമാണോ? വളരെ പ്രയാസമാണല്ലേ. ഈശ്വരനിൽ കർമ്മത്തെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ബ്രഹ്മണ്യാധായ കർമാണി യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവ ആരാധനം. എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതൊക്കെ തന്നെ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. എന്തെന്ത് അനുഭവങ്ങൾ വരുന്നുവോ അതൊക്കെ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് അനുഭവിക്കുക. അല്ലേ? ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരപ്രസാദം എന്നുള്ള ഭാവത്തിൽ അനുഭവിക്കാൻ സാധിക്കുക. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ആ ഒരു അറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. പലപ്പോഴും ആ അനുഭവങ്ങളിൽ പെട്ട് നമ്മൾ വട്ടം കറങ്ങുക, അല്ലേ? ആ പലവിധങ്ങളായ അനുഭവങ്ങളിൽ പെട്ട് വട്ടം കറങ്ങുന്ന സമയത്ത് നമുക്കിത് ഈശ്വരപ്രസാദമാണ്, ഈശ്വരനെ സമർപ്പിക്കാനൊന്നും സാധിച്ചെന്ന് വരില്ല. ഈ ശാസ്ത്രശ്രവണങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ക്രമേണ നമുക്ക് ഒരു സമർപ്പണ ഭാവം വളർത്തിയെടുക്കാം എന്നുള്ളത് സാധിക്കും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ജന്മത്തിലോ സാധിക്കുന്നതായിരിക്കില്ല, ചിലപ്പോൾ സാധിച്ചേക്കാം. ഏതായാലും ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഒരു ശാസ്ത്ര വിചാരം ചെയ്യാനുള്ളൊരു ഒരു താല്പര്യം ഉണ്ടാവും, അല്ലേ? അങ്ങനെ ഒരു സർവവും ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു കർമ്മ ആരാധനയായിട്ട് ചെയ്യാനായിക്കൊണ്ട് കർമ്മയോഗത്തിൻ്റെതായ തലങ്ങളെയൊക്കെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നു. ഇവിടെ ഈ ഒരു കർമ്മയോഗത്തിൻ്റെ തലത്തിലൊക്കെ തന്നെ നമ്മൾ എല്ലാവരും കേട്ടതായിരിക്കും, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. വേദോ നിത്യം അധീയതാം, അല്ലേ? കേട്ടിട്ടില്ലേ? വേദോ നിത്യം അധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മതി ത്യജ്യതാം പാപൗഘ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛ വ്യവസീയതാം നിജഗൃഹാത് തൂർണം
വിനിർഗമ്യതാം. വളരെ പ്രസക്തമായിട്ടുള്ള ശങ്കരാചാര്യസ്വാമികളുടെ ഒരു കൃതിയാണ്. വേദോ നിത്യം അധീയതാം. വേദത്തെ നിത്യം പഠിച്ചാലും, നിത്യവും വേദത്തെ പഠിച്ചാലും, നിത്യവും നമ്മൾ സ്വാധ്യായം ചെയ്യണം. ഈ ഒരു ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു അല്ലേ? നിത്യവും സ്വാധ്യായം ചെയ്തു. ഇത് തിരിച്ചു പോയാലും തുടരണം. കുറച്ച് സമയമെങ്കിലും ഈ ഒരു സ്വാധ്യായം തുടരണം അല്ലേ? അത് നമുക്ക് വളരെ വളരെ പ്രയോജനത്തെ ചെയ്യും. സ്വാധ്യായാൻമാ പ്രമദഃ എന്നൊക്കെ നിത്യ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയും സ്വാധ്യായം. നിത്യവും വേദം പഠിക്കുക. വേദം പഠിക്കുക പറഞ്ഞാൽ വേദതത്വം ഉപദേശിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ, ഭഗവത്ഗീതയായാലും രാമായണായാലും ഭാഗവതായാലും അതുപോലെയുള്ളതായ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗ്രന്ഥങ്ങളെ നിത്യവും പഠിക്കുക. ഇന്ന് ധാരാളം അവസരങ്ങൾ നമുക്കുണ്ട്, ശാസ്ത്രം പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. വേദം നിത്യവും പഠിക്കുക. തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം. പഠിച്ചിരുന്നാൽ മതിയോ? പഠിച്ചിരുന്നാൽ മാത്രം പോരാന്നാ പറയുന്നത്. തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം. അതിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. നിത്യവും ചെയ്യാനുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചത് അനുഷ്ഠിക്കണം എന്ന് പറയാണ്. എന്തൊക്കെയാ അനുഷ്ഠിക്കേണ്ടത്? ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളിൽ പ്രധാനം എന്തൊക്കെയാ? പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതറിയുന്നവർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ. ഏതൊക്കെയാ പഞ്ചമഹായജ്ഞങ്ങൾ? ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, ഋഷിയജ്ഞം അല്ലേ? ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ്. അതുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല. ഏതായാലും വേദത്തെ നിത്യം പഠിച്ചാലും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെ നിത്യവും അനുഷ്ഠിച്ചാലും. ഇനി അടുത്തെന്താ പറയണത്? അതെങ്ങനെ അനുഷ്ഠിക്കണം? തേനേശസ്യ വിധീയതാം അപചിതി. അത് ഈശസ്യ അപചിതി. ഈ കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം? ഈശ്വര ആരാധനയായിട്ട് അനുഷ്ഠിക്കണം. ഈശ്വരാരാധനയായിട്ട് കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. നിത്യ നൈമിത്തികാദി കർമ്മങ്ങളെയൊക്കെ തന്നെ ഈശ്വരാരാധനയായിട്ട് അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മതി ത്യജ്യതാം. ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിക്കണം. ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിക്കണം എന്നാണ് പറഞ്ഞുള്ളത്. ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിക്കണോ? അങ്ങനെയാണെങ്കിൽ ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ ഏതൊക്കെയാ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ? ധർമാർത്ഥ കാമമോക്ഷം നേടേണ്ടതായിട്ടാണ് പറയുന്നത്. അപ്പം എവിടെയോ ഉപേക്ഷിക്കണമെന്നും പറയുന്നത് അല്ലേ? അപ്പോൾ ധാർമ്മികമായിട്ടുള്ള കാമങ്ങളെ, അർത്ഥത്തെ, അല്ലെങ്കിൽ ധാർമ്മികമായ തലത്തിൽ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടണം അല്ലേ? ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റണം. അല്ലാതെ ഒരാഗ്രഹവും ഉപേക്ഷിക്കണം എന്നുള്ളതല്ല. എന്നാൽ ആ തലത്തിൽ വ്യത്യാസമുണ്ട്, തലങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ധാർമ്മികമായിട്ട് നിർവഹിക്കാനുള്ള അല്ലെങ്കിൽ നേടാനുള്ളതൊക്കെ ധാർമ്മിക ആചരണത്തിലൂടെ നേടണം. അങ്ങനെ കാമ്യേ മതി ത്യജ്യതാം. പലതിനു വേണ്ടി ഓടുന്ന മനസ്സ്, പല പല ആഗ്രഹങ്ങളുമായിട്ട് ഓടുന്ന മനസ്സിനെ ആദ്യഘട്ടത്തിൽ ധാർമ്മികമായിട്ട് നിറവേറ്റണം. പിന്നെയോ പല പല വിഷയങ്ങൾക്കല്ലേ മനസ്സോടുന്നത്. അപ്പോൾ അടുത്ത ഘട്ടത്തിലാണെങ്കിൽ വിഷയങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് സുഖം ഉണ്ടാവുമോ?
ആഗ്രഹിച്ചതൊക്കെ ലഭിച്ചു, സുഖം ഉണ്ടാവുമോ? ഒരു വലിയൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ചു, വീട് കിട്ടി, സുഖമായോ? കോടീശ്വരനാവണമെന്ന് വിചാരിച്ചു, കോടീശ്വരനായി, സുഖം ഉണ്ടാവുമോ? പിന്നെ എന്തൊക്കെയാ ആഗ്രഹം? ആ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നേടിയാലും സുഖം ഉണ്ടാവോ? ഇല്ല. അപ്പോൾ വസ്തുക്കൾ നേടുന്നതിലല്ല സുഖം, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിലല്ല സുഖം എന്ന് തിരിച്ചറിയുന്നൊരു ഘട്ടം. ആദ്യ ഘട്ടത്തിൽ ധാർമ്മികമായിട്ട് ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ നേടി എന്നുള്ളത് കൊണ്ട് സുഖം ലഭിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ലഭിക്കുന്ന ഒരു ഘട്ടം. തുടർന്ന് പറയാണ്, പാപൗഘ പരിധൂയതാം, പാപങ്ങളെ ഇല്ലാതാക്കൂ, പാപങ്ങളെ ഇല്ലാതാക്കൂ. ആരാ പാപങ്ങൾ ഉണ്ടാക്കിയത്? ആരാ ഉണ്ടാക്കിയത്? നമ്മൾ പഠിച്ചു അല്ലേ? ഭഗവാനാണോ നമുക്ക് പാപത്തിന്റെ ഫലമായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ തരുന്നത്? ഇല്ല. എന്നാൽ ചില ഘട്ടത്തിൽ എല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്നൊക്കെ പറയേണ്ട തലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയൊന്നും പറയണ്ട അല്ലേ? എൻ്റെ കർമ്മം കൊണ്ടാണ് പാപം ഉണ്ടായത്, അതുകൊണ്ട് പാപത്തെ ആരാ നീക്കേണ്ടത്? പാപത്തെ നീക്കേണ്ടത് ഞാൻ തന്നെയാണ്. ഞാൻ ഉണ്ടാക്കി വെച്ച പാപത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പാപത്തെ ഇല്ലാതാക്കേണ്ടതും ഞാൻ തന്നെയാണ് അല്ലേ? ഇത് പാപമാണെങ്കിൽ പോലും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. രാമായണത്തിൽ അല്ലേ, കൊടും കൊള്ളക്കാരനായിരുന്ന രത്നാകരൻ വാൽമീകി മഹർഷിയായി അല്ലേ? എങ്ങനെ മഹർഷിയായി തീർന്നു? ഒരു ധാരാളം പാപകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സത്സംഗത്തിലൂടെ, ഈശ്വരനാമ ജപത്തിലൂടെയൊക്കെ തൻ്റെ അതുവരെ ഉണ്ടായിരുന്ന പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ സാധിച്ചു. ഇവിടെ പാപങ്ങൾ ഉണ്ടാക്കിയത് നമ്മളാണ് എന്നുള്ളത് കൊണ്ട്, നമ്മുടെ കർമ്മങ്ങളിലൂടെയാണ് പാപങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളത് കൊണ്ട് ആ പാപങ്ങളെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ദുഃഖം വരുമ്പോൾ മറ്റാരെയും നമ്മൾ കുറ്റപ്പെടുത്തില്ല. അല്ലാതെ ഈ ഒരു ശാസ്ത്രം കേൾക്കാത്ത ഒരാളാണെങ്കിലോ അയാളാണ് കാരണം, ഇയാളാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാവും. അതല്ല, ഞാനാണ് എൻ്റെ ദുഃഖത്തിന് കാരണം ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് അതിനെ പരിഹരിക്കാൻ നമ്മൾ പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുന്ന സമയത്ത് പാപങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. പാപൗഘം, പാപങ്ങളുടെ കൂട്ടം, ചെറിയ പാപമൊന്നല്ല. എന്ത് പാപമാണെങ്കിലും നമുക്ക് തിരുത്താൻ സാധിക്കും. പിന്നെ പറയാണ്, ഭവസുഖേ ദോഷോനുസന്ധീയതാം. ഭവസുഖേ, ഭവസുഖേ പറഞ്ഞാൽ ഭവസുഖേ ദോഷോനുസന്ധീയതാം. ഭവസുഖത്തിലുള്ള പല പല വിഷയങ്ങളിൽ നമ്മൾ സുഖം കണ്ടെത്തുന്ന സമയത്ത് അതിൽ ദോഷത്തെ കാണാന്ന് പറഞ്ഞാൽ ആ വിഷയങ്ങളൊന്നും അല്ല എനിക്ക് ശരിയായ സുഖത്തെ നൽകുന്നത്. അവയൊക്കെ താൽക്കാലികമായിട്ട് മാത്രമേ സുഖം തരുള്ളൂ. വിഷയങ്ങളാണ് സുഖം തരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആ വിഷയങ്ങൾക്ക് പിന്നാലെ പോകും. ഒരു കഥ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ പലരും. ഒരാളെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം വീണുപോയി. അപ്പോൾ അയാൾ തിരയാണ്, കുറേ തിരഞ്ഞു. അപ്പോൾ വഴിയിൽ പോകുന്നവർ എന്താ തിരയുന്നതെന്ന് ചോദിച്ചു വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഒരു സ്വർണ്ണ നാണയം വീണുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ വഴിയിലൂടെ പോകുന്നവരൊക്കെ കയറി വന്ന് ചോദിച്ചു, എന്താ തിരയുന്നത്? അപ്പോൾ എൻ്റെ സ്വർണ്ണ നാണയം വീണുപോയി, അത് അറിയാമെന്ന് പറഞ്ഞു. കുറേ ആൾക്കാർ കൂടി കുറേ സമയം തിരഞ്ഞപ്പോൾ ഇപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല എവിടെ ഇപ്പോൾ ഇത് വീണുപോയത് എന്ന്. അപ്പോൾ അത് അകത്താണ് വീണുപോയത് പറഞ്ഞു. അത് അകത്താണ് വീണുപോയത് എന്ന് പറഞ്ഞു.
പിന്നെന്താ ഇവിടെ തെരയുന്നത്? അകത്ത് വീണുപോയ സാധനം പുറത്ത് തെരഞ്ഞാൽ കിട്ടുമോ? പുറത്ത് തെരഞ്ഞാൽ കിട്ടുമോ? ഇല്ല. പിന്നെ എന്താ അകത്തല്ലേ തെരയേണ്ടതെന്ന് ചോദിച്ചാൽ പറയണം അകത്ത് വെളിച്ചമില്ല, അകത്ത് ഇരുട്ടാണ്. അകത്ത് ഇരുട്ടായതുകൊണ്ട് വെളിച്ചമുള്ള സ്ഥലത്ത് തെരയാണ്. ഇതുപോലെയാണ് അല്ലേ? അതായത് ബാഹ്യ വിഷയഭോഗങ്ങളിൽ സുഖം കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്താ വിചാരിക്കും? അവിടെയാണ് സുഖം എന്ന് വിചാരിച്ച് തെരയാൻ പോവും. പക്ഷേ ആ സുഖത്തിൻ്റെ ഉറവിടം എന്നുള്ളത് എവിടെയാണ്? അകത്താണുള്ളത്. അപ്പോൾ അകത്ത് ഇരുട്ടാണെന്ന് വിചാരിച്ചിട്ട് അവിടെ തെരയാതിരിക്കുകയാണോ വേണ്ടത്? അല്ല അകത്തേക്ക് വെളിച്ചം കൊണ്ടുവരികയാണോ വേണ്ടത്? എന്താ വേണ്ടത്? അകത്തുള്ള വസ്തുവെ കാണാനുള്ള വെളിച്ചം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അല്ലാതെ വെളിച്ചമുള്ള സ്ഥലത്ത് ഇല്ലാത്ത വസ്തു വെളിച്ചമുണ്ടെന്ന് വിചാരിച്ച് തെരഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. മറിച്ച് അകത്തുള്ളതായ വസ്തുവെ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? വസ്തുവെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ വെളിച്ചം കൊണ്ടുവരണം. അകത്ത് വെളിച്ചം കൊണ്ടുവരണം. എങ്ങനെയാ അകത്ത് വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കുക? ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ ഒന്ന് പറയാൻ പറ്റില്ല അല്ലേ? കർമ്മയോഗത്തിൻ്റെ മാർഗത്തിലൂടെ നമുക്ക് സാധിക്കും, ശ്രവണ മനനങ്ങളിലൂടെ സാധിക്കും, മറ്റ് നാമജപങ്ങളിലൂടെ ഒക്കെ ഓരോരോ വ്യക്തിക്കും എങ്ങനെയാണോ അകത്ത് വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കുക, ആ വെളിച്ചം അകത്തുണ്ടാക്കി കഴിഞ്ഞാൽ എന്താണോ കാണേണ്ടത് അത് കാണാൻ നമുക്ക് സാധിക്കും. അതിനാണ് പരിശ്രമിക്കേണ്ടത്. അല്ലാതെ പുറത്ത് വെളിച്ചുണ്ടെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ സുഖം കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ച് ബാഹ്യ വസ്തുക്കൾക്ക് പിന്നാലെ പോയാൽ യാതൊരു പ്രയോജനവും ഇല്ല, നഷ്ടം മാത്രമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഭവസുഖേ ദോഷോനു സന്ധീയതാം. ദോഷം കണ്ടു കഴിഞ്ഞാൽ എന്ത് വേണം? ആത്മേച്ഛ വ്യവസീയത. തന്നെ അറിയാനുള്ള, താൻ ആരാണെന്ന് അറിയാനുള്ളതായ പരിശ്രമത്തെ ചെയ്യണം. ആരാണ് ഞാൻ? തന്നിലാണ് സുഖം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ താൻ എവിടെയാണ്, താൻ ആരാണ് എന്ന് അറിയാനുള്ള പരിശ്രമം ചെയ്യണം. എങ്ങനെ പരിശ്രമിക്കുക? നേരത്തെ പറഞ്ഞതുപോലെ പരിശ്രമിക്കുക. ഓരോരുത്തരും എങ്ങനെയാണോ പരിശ്രമം ചെയ്യേണ്ടതെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് പരിശ്രമിക്കുക. തുടർന്ന് പറയാണ്, നിജഗൃഹാത് തൂർണം വിനിർഗമ്യത. എല്ലാവരും വീട് വിട്ടോളാൻ പറയുകയാണ്. എല്ലാവരും വീട് വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വീണ്ടും വീട് വിടാൻ പറയാണ്. അങ്ങനെയാണോ പറഞ്ഞത്? എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്താണ്? നിജഗൃഹാത് തൂർണം വിനിർഗമ്യത. എല്ലാവരും പെട്ടെന്ന് തന്നെ, തൂർണം എന്നാണ് പറഞ്ഞത്, പെട്ടെന്ന് തന്നെ വീട് ഉപേക്ഷിച്ചാലും. ഇതെവിടെയാണ് പറഞ്ഞത്? അവസാന വരിയായിട്ടാണ് പറഞ്ഞത്. നിജഗൃഹാത് തൂർണം വിനിർഗമ്യത എന്നുള്ളത് അവസാന വരിയിലാണ് പറഞ്ഞത്. മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞു? വേദോ നിത്യമധീയതാം. അതൊക്കെ ചെയ്ത ആളോടാണ് പറയണത് നിജഗൃഹാത് തൂർണം വിനിർഗമ്യത. അല്ലാതെ ഇത് മാത്രം പറഞ്ഞതാണോ? അതല്ല. വേദം പഠിക്കണം, പിന്നെ എന്ത് ചെയ്യണം? അത് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതെങ്ങനെ അനുഷ്ഠിക്കണം? ഈശ്വര ആരാധനയായിട്ട് അനുഷ്ഠിക്കണം. കാമ്യബുദ്ധി ഉപേക്ഷിക്കണം. പാപങ്ങളെയൊക്കെ കഴുകണം. വിഷയസുഖങ്ങളിൽ ദോഷത്തെ കാണണം. തന്നെ അറിയാനുള്ള ആഗ്രഹത്തെ, ഇച്ഛയെ വളർത്തണം. അതിനുശേഷം തൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് പോകണം. ഇവിടെ നിജഗൃഹാ തൂർണം വിനിർഗമ്യതം എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനെയൊന്നും അല്ല അത് പറയേണ്ടത്. തൻ്റെ അഹങ്കാര മമത്വങ്ങളിൽ നിന്ന്, നമ്മുടെ പരിമിതികളിൽ നിന്ന്, നമ്മളെ ബന്ധിച്ചിരിക്കുന്നതായ പരിമിതികളിൽ നിന്ന്, എന്തൊക്കെ പരിമിതികളിലാണോ നമ്മൾ കെട്ടപ്പെട്ടിരിക്കുന്നത്, ആ പരിമിതികളിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ സാധിക്കണം. അത് പുറത്ത് കടക്കണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ നമ്മൾ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ പുറത്ത് കടക്കാൻ സാധിക്കുള്ളൂ. അതിന് നമ്മളെ തന്നെ വിശകലനം ചെയ്യാൻ സാധിക്കണം. പരമാർത്ഥ തലത്തെക്കുറിച്ച് ബുദ്ധിതലത്തിൽ മനസ്സിലാക്കുക. അതോടൊപ്പം എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ സാധന എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ
അനുഷ്ഠിക്കുന്ന സമയത്ത് ജഗൃഹാത് പൂർണ്ണം വിനിർഗമ്യതാം, തൻ്റെ അഹങ്കാര മമത്വങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചിക്കാൻ സാധിക്കും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട, നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ശ്ലോകമാണ്. ഇവിടെ നേരത്തെ പരമാർത്ഥ ദർശിയുടെ തലത്തെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയൊക്കെ കേട്ടതുകൊണ്ട് പരമാർത്ഥദർശിയുടെ തലം, ഇത് കേട്ടത് കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? എന്താ പ്രയോജനം? ഇവിടെ ഭാഷയൊക്കെ പരിചയമുള്ളവരായതുകൊണ്ട് ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പറയും, സർവത്ര ഏവഹി അധ്യാത്മശാസ്ത്രേ കൃതാർത്ഥലക്ഷണാനി യാനി താനി ഏവ സാധനാനി ഉപദിശ്യന്തേ യത്നസാധ്യത്വാദ്. അതായത് അധ്യാത്മശാസ്ത്രം, നമ്മൾ പഠിക്കുന്ന അധ്യാത്മശാസ്ത്രം അല്ലേ, അധ്യാത്മശാസ്ത്രങ്ങളിൽ കൃതാർത്ഥരായിരിക്കുന്ന മഹാപുരുഷന്മാരുടെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പരമാർത്ഥദർശിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗീതയിലുടനീളമുണ്ട്, പല പേരുകളിൽ പറയുന്നെന്ന് മാത്രം. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും, ഗുണാതീതൻ എന്ന് പറയും അല്ലേ, ഇങ്ങനെ പല പല പേരുകളിൽ പരമാർത്ഥ തത്വത്തെ ബോധിച്ച മഹാപുരുഷന്മാരെ കുറിച്ച്, ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ലക്ഷണങ്ങൾ പറഞ്ഞത് കൊണ്ട് എന്താ പ്രയോജനം എന്നാണെങ്കിൽ, അവയൊക്കെ സാധനാനി ഉപദിശ്യന്തെ, സാധനകളായിട്ടാണ് ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്. ആർക്ക്? സാധകനെ സംബന്ധിച്ച് അവയൊക്കെ സാധനകളാണ്. അതായത് പരിശ്രമിച്ച് നമ്മൾ ആ ഒരു ഗുണങ്ങളെ നേടിയെടുക്കേണ്ടതാണ്. അധ്യാത്മശാസ്ത്രേ സർവത്ര ഏവഹി അധ്യാത്മശാസ്ത്രേ കൃതാർത്ഥലക്ഷണാനി, ജീവിത ധന്യത നേടിയ മഹാപുരുഷന്മാരുടെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പരിശ്രമിച്ച് ആ ഒരു തലത്തിലേക്ക് ഉയരാനായിക്കൊണ്ടാണ്. യാനി താനി ഏവ സാധനാനി ഉപദിശ്യന്തേ യത്ന സാധ്യത്വാദെന്ന് പറയും. അതായത് ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത് ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ. അത് എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ എവിടെയാണുള്ളത് അവിടെ നിന്ന് ചെയ്യാനുള്ളതായ കർമ്മങ്ങളെ നിർവഹിച്ചുകൊണ്ട് വേണം. അതുകൊണ്ട് തന്നെ ഓരോ തലങ്ങളെയും നമുക്ക് വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ആ ഒരു പരമാർത്ഥദർശിയുടെ തലം, കർമ്മയോഗത്തിൻ്റെ തലം എന്നുള്ളത്. ആ ഒരു കർമ്മയോഗത്തിൻ്റെ തലത്തിൽ ഈ കർമ്മയോഗം തന്നെ ആർക്കാ അനുഷ്ഠിക്കാൻ സാധിക്കുക? പലവിധ ആഗ്രഹങ്ങളുമായിട്ട് പോകുന്ന ആളെ സംബന്ധിച്ച് കർമ്മയോഗം അനുഷ്ഠിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്കത് വേണം, എനിക്കിത് വേണം എന്നുള്ള ആഗ്രഹം ഉള്ളിലുള്ള ആൾക്ക് ഒരിക്കലും കർമ്മയോഗം അനുഷ്ഠിക്കാൻ പറ്റില്ല. എന്ത് വിഷയം എനിക്ക് കിട്ടിയാലും പൂർണ്ണ തൃപ്തി കൈവരില്ല. പിന്നെ പൂർണ്ണ തൃപ്തിക്ക് എന്താണ് വഴി എന്നന്വേഷിക്കുന്ന ഒരാൾക്ക് അതിനെന്താണ് വഴി? ആന്തരികമായ ശുദ്ധി വേണം, ഏകാഗ്രത വേണം. ആന്തരികമായ ശുദ്ധിക്ക്, അന്ധക്കരണത്തിൻ്റെ ശുദ്ധിക്കും ഏകാഗ്രതയ്ക്കുമായിക്കൊണ്ട് ഞാൻ കർമ്മത്തെ അനുഷ്ഠിക്കണം എന്ന് തിരിച്ചറിവുള്ള ഒരാൾക്ക് കർമ്മയോഗത്തെ അനുഷ്ഠിക്കാൻ പറ്റും. പല ആഗ്രഹങ്ങളായിട്ട് പോകുന്ന ആളോട് നിങ്ങൾ കർമ്മയോഗം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അയാളോട് എന്താ പറയേണ്ടത്? നല്ലപോലെ ആഗ്രഹിച്ചോളൂ അല്ലേ, നല്ലപോലെ ആഗ്രഹിച്ചോളൂ, നേടാനുള്ളതൊക്കെ നേടിക്കോളൂ എന്ന് പറയണം. അതല്ല, അതുകൊണ്ടൊന്നും ജീവിതം പൂർണ്ണമാവില്ല, ജീവിതം ധന്യതയിലേക്ക് ഉയരില്ല. അതിനെന്ത് വഴി എന്ന് അന്വേഷിക്കുന്ന ആൾക്ക് കർമ്മയോഗത്തെ അനുഷ്ഠിക്കാൻ സാധിക്കും. ഇങ്ങനെ കർമ്മയോഗം അനുഷ്ഠിച്ച് വളരെ കാലം കർമ്മയോഗം അനുഷ്ഠിച്ചു, വളരെ കാലം എന്ന് പറയുന്നത് ജന്മങ്ങളായിരിക്കാം ചിലപ്പം, എന്നാലും അനുഷ്ഠിച്ച് ആന്തരികമായ ശുദ്ധിയൊക്കെ വന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക്
വേണ്ടത്ര ശുദ്ധി വന്നു, വിവേക വൈരാഗ്യങ്ങളൊക്കെ കുറച്ചു. അയാളെ സംബന്ധിച്ച് കർമ്മത്തെ ശാസ്ത്രീയമായ രീതിയിൽ ഉപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അവിടെയും തീർന്നില്ല അല്ലേ? അവിടെയും ചെയ്യേണ്ടതായ സാധനങ്ങളുണ്ട്. എന്താണ്? ശ്രവണ മനന നിധിധ്യാസനങ്ങളാകുന്ന സാധനങ്ങൾ അവിടെയുണ്ട്. ഇങ്ങനെ ഓരോ തലങ്ങളെക്കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നമുക്ക് ബുദ്ധിതലത്തിൽ മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അത് അനുഷ്ഠിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമുക്ക് സംശയം വരും, ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ, ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ സംശയങ്ങൾ വന്ന് അസ്വസ്ഥത കൂടും. ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന തലത്തെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിന് ചാഞ്ചല്യങ്ങൾ കുറഞ്ഞു വരും. കൃത്യമായിട്ട് നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കും. അങ്ങനെ ഓരോ തലത്തെയും ഒരു വ്യക്തത നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അത് നിരന്തരമായ ശാസ്ത്ര ശ്രവണം കൊണ്ടൊക്കെ സാധിക്കും. ആദ്യത്തെ ദിവസം നമ്മൾ വന്നപ്പോൾ കേട്ടപ്പോൾ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നോ? ഇല്ല. രണ്ടാമത്തെ ദിവസമാകുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റി അല്ലേ? മൂന്നാമത്തെ ദിവസമാകുമ്പോൾ കുറച്ചും കൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. നാലാമത്തെ ദിവസമാകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഇങ്ങനെ നമ്മൾ ശാസ്ത്ര ശ്രവണത്തിന് സാധനയ്ക്കൊക്കെ സമയം കണ്ടെത്തുകയാണെങ്കിൽ ആ ഒരു ശാസ്ത്രസാരം നമുക്ക് കൂടുതലായിട്ട് പ്രകാശിക്കും. ഇത് മാത്രമേ വഴിയുള്ളൂ അല്ലേ? ഇത് മാത്രമേ വഴിയുള്ളൂ, വേറൊരു വഴിയില്ല. ശാസ്ത്ര അനുസന്ധാനം മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് അതിൽ തന്നെ നമുക്ക് വ്യാപരിക്കാൻ സാധിക്കണം. എന്ന് വെച്ച് സ്വധർമ്മം അനുഷ്ഠിക്കേണ്ട എന്നല്ല. സ്വധർമ്മം നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ട് ആ സ്വധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു നിഷ്ഠ കൈവരിക്കണമെങ്കിൽ ശാസ്ത്രശ്രവണം കൂടെ ഉണ്ടാകുന്ന സമയത്ത് അത് ഉപകരിക്കും. ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, എന്നതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതായ ഒരു കൃത്യത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഏതായാലും ആരംഭമായിട്ട് ഇതൊക്കെ പറഞ്ഞു. നമുക്ക് ശ്രദ്ധിക്കേണ്ട ശ്ലോകം 25-ാമത്തെ ശ്ലോകമാണ്. ഏതായാലും ശ്ലോകത്തിലേക്ക് കിടക്കാം. ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. എന്നുകൂടെ ചൊല്ലാം. ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധാഃ യതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. ഋഷയഃ ബ്രഹ്മനിർവാണം ലഭന്തെ. ഋഷിമാര് ബ്രഹ്മനിർവാണം നേടുന്നു അല്ലെങ്കിൽ പ്രാപിക്കുന്നു. ഋഷയഃ ബ്രഹ്മനിർവാണം ലഭന്തെ. എങ്ങനെയുള്ള ഋഷിമാര്? ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധാഃ യതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. ഋഷയഃ ആരാ? ഋഷികൾ ബ്രഹ്മനിർവാണം ലഭന്തെ എന്നാണ് പറഞ്ഞത്. ഋഷിമാര് ബ്രഹ്മനിർവാണത്തെ
നേടുന്നു. അപ്പൊ നമ്മളൊക്കെ പഠിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ? ഋഷിമാര് ബ്രഹ്മനിർവാണത്തെ നേടുന്നു എന്ന് പറഞ്ഞത്. ആരാണ് ഋഷി? ഒക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കുകളാണ്. സത്യത്തെ ദർശിച്ചാള്, മന്ത്രത്തെ ദർശിച്ചാള്. ഇവിടെ ഭാഷ്യത്തിൽ പറയുന്നത് സമ്യക് ദർശിനഃ സന്യാസിനഃ എന്നാണ്. ഋഷയഃ എന്നുള്ളതിന് സമ്യക് ദർശിനഃ സന്യാസിനഃ. അപ്പൊ സത്യദ്രഷ്ടാവ്, സത്യത്തെ ദർശിച്ച ആള്. മന്ത്രദ്രഷ്ടാവ് എന്നുള്ളത് നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. സത്യത്തെ ദർശിച്ച ആള്, പരമാർത്ഥ സത്യത്തെ ദർശിച്ച ആള്. ഇവിടെ സമ്യക് ദർശിനഃ സന്യാസിനഃ, ശരിയായ അറിവ് നേടിയ ആള്, ശാസ്ത്രത്തിലൂടെ ശരിയായ അറിവ് നേടിയ ആള് ബ്രഹ്മനിർവാണം ലഭന്തേ. ബ്രഹ്മനിർവാണം എന്നുള്ളതിന് കഴിഞ്ഞ ശ്ലോകത്തില് ബ്രഹ്മണി നിർവൃതിയും മോക്ഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും മോക്ഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മോക്ഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നല്ലപോലെ പച്ചവെള്ളം പോലെ അറിയുന്നതാണ് എല്ലാവർക്കും, അല്ലേ? എന്താ മോക്ഷം എന്ന് പറഞ്ഞാൽ? പരമമായ സ്വാതന്ത്ര്യം. വേറെ ബ്രഹ്മസായുജ്യം. പിന്നെ എന്താ? മോഹക്ഷയം, മോക്ഷം. പിന്നെ എന്താ? അങ്ങനെയൊക്കെ പറയാം, ഇങ്ങനെയൊക്കെ പറയാം അല്ലേ? ശങ്കരാചാര്യ സ്വാമികൾ പറയും, മുക്തിം പ്രാഹു തദിഹ മുനയോ വാസനാതാനവം യത്. മുക്തിം പ്രാഹുഹു മുനയഃ, മുക്തിയെ മുനയഃ, മുനിമാര് മുക്തിയെ പറയുന്നു. എന്താണ്? വാസനാതാനവം. യാതൊന്നാണോ വാസനാതാനവം, അതാണ് മുക്തി. ഒരാൾക്ക് നന്നായിട്ട് ശാസ്ത്രത്തെയൊക്കെ വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ട്, മറ്റൊരാളെടുത്ത് പറഞ്ഞ് ജയിക്കാനൊക്കെ പറ്റും, തർക്കപടുത്വമൊക്കെ ഉണ്ട്. അയാള് മുക്തനാണെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത് വാസനാതാനവം. വാസനകളെ നശിക്കുക എന്നുള്ളതാണ് മുക്തി. വാസന നശിച്ചോ എന്ന് എങ്ങനെയാ മനസ്സിലാവുക? എങ്ങനെയാ മനസ്സിലാവുക? ആർക്കാ മനസ്സിലാവുക? അറിയുന്നവർക്ക് അറിയാം, അല്ലേ? അറിയുന്നവർക്ക് അറിയാം. വിദ്വാനേവ വിജാനാതി. അല്ലാതെ നമുക്ക് പുറത്ത് നോക്കി അയാൾ മുക്തനാണോ മുക്തനല്ലയോ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധ്യമല്ല. വാസന ക്ഷയിച്ചോ എന്നുള്ളതാണ്, വാസനാക്ഷയമാണ് മോക്ഷം. ഈ വാസന എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വാസനകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കർമ്മങ്ങളിലൂടെ, അല്ലേ? കർമ്മങ്ങളിലൂടെ. കർമ്മം എവിടുന്നാണ് ഉണ്ടാവുന്നത്? കാമം, ആഗ്രഹം, അല്ലേ? കാമം, കർമ്മം, വാസന, സംസ്കാരം, വാസന. ഇങ്ങനെ ഒരു ജീവനിലുള്ളതായ വാസനകൾ മുഴുവൻ ക്ഷയിക്കലാണ് മോക്ഷം. മുക്തിം പ്രാഹുഹു തദിഹ മുനയോ വാസനാതാനവം യത് എന്ന് പറയും. വാസനകളെ ക്ഷയിപ്പിച്ചാലാണ് മോക്ഷം, അല്ലെങ്കിൽ വാസനകൾ ക്ഷയിക്കുന്നതാണ് മോക്ഷം. ആ ഒരു ബ്രഹ്മനിർവാണം അല്ലെങ്കിൽ മോക്ഷം, മറ്റൊരു പദമാണ് ബ്രഹ്മനിർവാണം എന്നുള്ളത്. ഋഷിമാര് ബ്രഹ്മനിർവാണത്തെ നേടുന്നു. എങ്ങനെയുള്ള ഋഷിമാര്? ക്ഷീണകൽമഷാഹ, കൽമഷങ്ങളൊക്കെ ക്ഷയിച്ചവര്. കൽമഷം എന്ന് പറഞ്ഞാൽ പാപങ്ങളാണ് കൽമഷം എന്ന് പറഞ്ഞാൽ അർത്ഥം. എങ്ങനെയാ പാപം ഉണ്ടാവുന്നത്? പാപങ്ങൾ എങ്ങനെയാ ഉണ്ടാവുന്നത്? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് പാപം ഉണ്ടാവും.
അപ്പോൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്ത എന്താണ്, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? ശാസ്ത്ര പഠനത്തിലൂടെ നമുക്ക് ചെയ്യേണ്ടതും ചെയ്യരുതാത്ത. അപ്പൊ ശാസ്ത്രം പഠിക്കാത്ത ഒരാള് എന്തെങ്കിലുമൊക്കെ ചെയ്യും, എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും അല്ലേ? അപ്പം എന്തുണ്ടാവും? പാപം ഉണ്ടാവും. അപ്പൊ നമ്മൾ പഠിക്കാത്ത ഘട്ടത്തിൽ അറിയാതെ എന്തൊക്കെയൊക്കെയോ ചെയ്യും, എങ്ങനെയൊക്കെയോ ചെയ്യും. പഠിച്ച ആളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയാലും നമുക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ അറിവ് നേടിയാൽ നമുക്ക് പാപത്തെ കഴുകിക്കളയാൻ സാധിക്കും അല്ലേ? അറിവ് നേടുമ്പോൾ നമുക്ക് പാപത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. ശാസ്ത്രം നമുക്ക് അറിവ് നൽകും. അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവരും അറിയേണ്ടതല്ലേ അല്ലേ? ദുഃഖത്തിന് കാരണം എന്താ? ദുഃഖത്തിന് കാരണം പാപം അല്ലേ? പാപമല്ലേ ദുഃഖത്തിന് കാരണം. അപ്പൊ ദുഃഖം ഇല്ലാതിരിക്കണമെങ്കിൽ പാപം ചെയ്യാതിരിക്കണം. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അറിവ് നേടണം. അറിവ് നേടാൻ എന്ത് വേണം? ശാസ്ത്രം പഠിക്കണം. ഇപ്പൊ നമ്മുടെ സമൂഹത്തിലൊക്കെ ശാന്തിയും സമാധാനമൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ശാസ്ത്രം പഠിക്കണം. ആര് പഠിക്കണം? എല്ലാവരും പഠിക്കണം അല്ലേ? എല്ലാവരും പഠിക്കണം. അപ്പോൾ ശാസ്ത്രത്തെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? ശരിയായൊരു വഴി നമ്മൾക്ക് സമൂഹത്തിൽ നൽകാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും പഠിക്കേണ്ടതാണ് ശാസ്ത്രം, അറിവ് നേടുക എന്നുള്ളത്. ശാന്തിക്കും സമാധാനത്തിനൊക്കെ തന്നെ വളരെ പ്രധാനമാണ് അറിവ് നേടുക എന്നത്. ഏതായാലും ക്ഷീണ കൽമഷാഹ, കൽമഷങ്ങൾ ക്ഷയിച്ചവര്, നശിച്ചവര്. എന്താണ് കൽമഷം? എങ്ങനെയാണ് കൽമഷത്തെ ക്ഷയിപ്പിക്കാൻ പറ്റുക? നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. നമ്മളെ സംബന്ധിച്ച് അതൊരു സാധനയാണ്. പറഞ്ഞില്ലേ, യത്നസാധ്യത്വാതെന്ന്. നമ്മൾ പരിശ്രമിച്ച് അറിവ് നേടി അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ഇനി ഛിന്ന ദ്വൈധാഹ, ദ്വൈധങ്ങള്, ദ്വൈധാഹ, ഛിന്ന ദ്വൈധാഹ, ഛിന്ന സംശയാഹ, ഛിന്ന സംശയാഹ, സംശയങ്ങളൊന്നും ഇല്ലാത്തവർ, ഇല്ലാത്ത ആളുകൾ. 2 പ്രകാരത്തിലുള്ള സംശയങ്ങളും ഇല്ലാത്ത ആള്. ഇതെന്താ 2 പ്രകാരത്തിലുള്ള സംശയങ്ങൾ? ജീവനും ഈശ്വരനും രണ്ടാണോ അതോ ഒന്നാണോ എന്നൊക്കെ ഉള്ളതായ സംശയങ്ങൾ. ആത്മാവും ബ്രഹ്മവും ഒന്നാണോ അല്ല രണ്ടാണോ എന്നുള്ളതായ സംശയങ്ങൾ. ഈ സംശയങ്ങൾ എപ്പോഴാ തീരുക? ആ ഒരു ഒന്നാണെന്നുള്ള ബോധം ഉറയ്ക്കുമ്പോൾ. അതുവരെ നമുക്ക് ആശ്രയിക്കാനുള്ളത് എന്താ? അതുവരെ നമുക്ക് ആശ്രയിക്കാൻ ശ്രദ്ധ, അത് മാത്രമേ ഉള്ളൂ അല്ലേ? മറ്റൊരു ആശ്രയവും നമുക്ക് അതുവരെ ഇല്ല. ശ്രദ്ധ മാത്രമേ ഉള്ളൂ. ശ്രദ്ധ പറഞ്ഞാൽ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള സത്യത്വ ബുദ്ധിയാണ് ശ്രദ്ധ. ഗുരുനാഥനും ശാസ്ത്രവുമൊക്കെ പറയുന്നത് സത്യമാണ്. അത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളത് തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ശ്രദ്ധയൊക്കെ പോകും, വിശ്വാസമൊക്കെ പോയിക്കോളും അല്ലേ? ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ ശ്രദ്ധ ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ ശ്രദ്ധ പോവും. അങ്ങനെയല്ല. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ. ഗുരുനാഥനും ശാസ്ത്രവും ഒക്കെ പറയുന്നത് സത്യമാണ്. പരമാത്മ സത്യത്തെക്കുറിച്ചുള്ളതായ സംശയങ്ങളൊക്കെ തന്നെ നീങ്ങിയാണ്. ഇങ്ങനെ ഛിന്ന ദ്വൈധാഹ, ദ്വൈധങ്ങളൊക്കെ നീങ്ങിയ ആള്. അടുത്ത് പറയാണ്
യഥാത്മാനഃ. യഥാത്മാനഃ ഇവിടെ സംയതേന്ദ്രിയാഹ എന്ന് പറഞ്ഞു. അതായത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ തന്നെ നിയന്ത്രിച്ചിരിക്കുന്ന ആള്. പല പല വിഷയങ്ങളിലേക്ക് പോകാത്ത ഇന്ദ്രിയ മനസ്സുകളോടൊത്ത ആള്. പൊതുവെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ സ്വഭാവം എന്നുള്ളത് എന്താണ്? പുറത്തേക്ക് പോകുന്നതാണ് അല്ലേ? കണ്ണ് രൂപത്തിൻ്റെ പിന്നാലെ പോവും, ചെവി ശബ്ദത്തിൻ്റെ പിന്നാലെ പോവും. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങൾക്ക് പിന്നാലെ പോവുകയാണ്. കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ രൂപമില്ല, കാണാതിരിക്കാൻ പറ്റുമോ? അകത്ത് കാണും അല്ലേ? അകത്ത് കാണും. അപ്പം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ തന്നെ നിയന്ത്രിച്ചാണ്. പരാഞ്ചിഘാനി വ്യതൃണത് സ്വയംഭൂ നമ്മൾ കേട്ടതാണ്. തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ കശ്ചിത് ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. ആ പ്രത്യേകാത്മസ്വരൂപത്തെ നമുക്ക് ദർശിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കണം. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതിയിൽ പറയും, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതരെ വീണു വണങ്ങി ഓതിടേണം. ആ അകംപുറം ഭേദമില്ലാതെ പ്രകാശിക്കുന്ന ആ പരമാത്മ സ്വരൂപമാവുന്ന കരുവിനെ അറിയണമെങ്കിൽ എന്ത് വേണം? കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതരെ വീണു വണങ്ങി ഓതിടേണം. ഇന്ദ്രിയങ്ങളെയൊക്കെ തന്നെ അന്തർമുഖമാക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരുന്നാൽ മതിയോ? ചെവി പൊത്തി വെക്കുക, കണ്ണടച്ചിരിക്കുക, അതാണോ? അതല്ല, മറിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ പരമാത്മ സ്വരൂപത്തെ ദർശിക്കാൻ സാധ്യമല്ല എന്നുള്ള നിശ്ചയം. ഇന്ദ്രിയങ്ങളിലൂടെ ദർശിക്കാൻ സാധിക്കുന്നതല്ല പരമാത്മസ്വരൂപം. ന തത്ര വാഗച്ഛതി എന്നൊക്കെ പറയും അല്ലേ? വാക്കുകൊണ്ട് പറയാൻ സാധ്യമല്ല എന്നൊക്കെ പറയും. കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല, ചെവി കൊണ്ട് കേൾക്കാൻ സാധ്യമല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെ. ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ആത്മസ്വരൂപത്തെ ദർശിക്കാൻ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. ആർക്കേ അത് സാധിക്കുള്ളൂ? ധീരൻ അല്ലേ? ധീരന് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അന്തർമുഖമാക്കിക്കൊണ്ട് സ്വസ്വരൂപത്തെ ദർശിക്കണം. പരാഞ്ചി ഘാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ കശ്ചിത് ധീരഃ. ഏതൊരു ധീരൻ പ്രത്യഗാത്മാനം ഐക്ഷത്, ഇങ്ങനെ പ്രത്യഗാത്മാവിനെ ദർശിച്ചു. ആവൃത്തചക്ഷു അമൃതത്വം ഇച്ഛൻ. യഥാത്മാനഃ, അതായത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് വിവേകം ചെയ്തുകൊണ്ട് ഇരിക്കണം. ഇതാണ് യഥാത്മാനഃ. അടുത്തത് സർവഭൂതഹിതേരതാഃ. സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ രതന്മാരായിരിക്കുന്നവര്. നേരത്തെ നമ്മൾ കണ്ടു, ആർക്കാണ് സർവഭൂതഹിതേ രതന്മാരാവാൻ സാധിക്കുക? സർവത്തിലും സമത്തെ ദർശിക്കുന്ന ആൾക്ക് മാത്രമേ ഭൂതങ്ങളുടെയും ഹിതത്തിൽ രതന്മാരായിരിക്കാൻ സാധിക്കും. ധാരാളം മഹാത്മാക്കളുടെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ സർവഭൂതങ്ങളുടെയും, മനുഷ്യരെ മാത്രമല്ല സർവ
ജീവജാലങ്ങളുടെയും ഹിതത്തിൽ രഥന്മാരായിട്ടുള്ളവരാണ് എന്നുള്ള കാര്യം. ഈ ഉപനിഷത്തിൽ തന്നെ എസ്തു യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനദഃ. എസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോന വിജുഗുപ്സതേ എന്ന് പറയും. യാതൊരാളാണോ ആത്മനിയേവ സർവാണി ഭൂതാനി, തന്നിൽ എല്ലാ ഭൂതങ്ങളെയും കാണുന്നത്, സർവഭൂതങ്ങളിലും തന്നെയും കാണുന്നത്, അങ്ങനെയുള്ളവരാണ് ആര്? ഇങ്ങനെയുള്ളവർ ഒന്നിനെയും നിന്ദിക്കുന്നില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ ശ്വപാകേച പണ്ഡിതാഹ സമദർശിനഃ എന്ന് കണ്ടു. സർവഭൂതങ്ങളിലും ഏകത്വത്തെ ദർശിക്കുന്ന ആള് സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ രഥന്മാരായിരിക്കുന്നു. അങ്ങനെ ഋഷിമാര്, എങ്ങനെയുള്ള ഋഷിമാര്? ക്ഷീണകൽമഷന്മാരും ഛിന്നദ്വൈതന്മാരും യഥാത്മാക്കളുമായിരിക്കുന്ന സർവഭൂത ഹിതങ്ങളിൽ രഥന്മാരുമായിരിക്കുന്ന ഋഷിമാര് ബ്രഹ്മനിർവാണത്തെ നേടുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ തന്നെ നമ്മെ സംബന്ധിച്ച് സാധന, ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഈ ഒരു ലക്ഷ്യം നേടാനായിക്കൊണ്ടുള്ളതായ പരിശ്രമം അല്ലെങ്കിൽ സാധന എന്നുള്ളത് മുഖ്യമാണ്. നാളെയും കൂടെ കഴിഞ്ഞാൽ അന്തർയോഗം കഴിഞ്ഞു. തുടർന്ന് പോയി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പരിശ്രമമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. പരിശ്രമം എന്ന് പറയുമ്പോൾ നമ്മുടെ പല പല മേഖലകളിലുള്ളവരായിരിക്കും നമ്മൾ. അവിടെയൊക്കെ തന്നെ നമ്മൾ നേടിയിട്ടുള്ളതായ ഈ ഒരു അറിവിൻ്റെ പ്രയോഗിക്കാനുള്ള സാധ്യതകൾ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രയോഗിക്കാനുള്ള സാഹചര്യങ്ങളാണ് തുടർന്ന് വരാനിരിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് ഒരച്ചൊരച്ചൊരച്ചൊരച്ച് അല്ലേ, ഒരു കണ്ണാടി അരയ്ക്കുന്നത് പോലെ, അഴുക്ക് നിറഞ്ഞ കണ്ണാടി അരയ്ക്കുന്നത് പോലെ ഒരച്ചൊരച്ചൊരച്ച് വൃത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. ഈ കേട്ട അറിവ് വെച്ച് വൃത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള അറിവുകളൊക്കെ നമ്മൾ നേടിക്കഴിഞ്ഞു. ചില സമയത്ത് വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാനൊന്നും സാധിച്ചു വരില്ല. അപ്പോഴൊക്കെ ഈ ഒരു ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ നിത്യവും അനുസന്ധാനം ചെയ്യുന്ന സമയത്ത് ക്രമേണ 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 അന്ധകരണം ശുദ്ധമായി വരികയും ശാസ്ത്ര തത്വത്തെ ശരിയായ രീതിയിൽ നമുക്ക് വിചാരം ചെയ്യാനുള്ള ക്ഷമത കൈവരുകയും അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ കൃതാർത്ഥതയിലേക്ക്, ധന്യതയിലേക്ക് നയിക്കുന്നതായ ഈ ഒരു ശാസ്ത്ര പഠനം നമുക്ക് സഫലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സമയം എല്ലാവരും ക്ഷമയോടും അക്ഷമയോടും ഒക്കെ കേട്ടിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അർപ്പിക്കുകയാണ്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.